ഏവർക്കും പയ്യോളി അഷാർട്സ് കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ശീതസമരം എന്ന അധ്യായം, അതിൽ എന്താണ് ശീതസമരമെന്നും ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്തെന്നും നമ്മൾ പഠിച്ചു. ഈ അധ്യായത്തിൽ നമ്മൾ ഇത് കൂടുതൽ വ്യക്തമാവുന്നതിന് വേണ്ടി, ശീതസമരത്തെ കുറിച്ച് കൂടുതൽ വ്യക്തമാവുന്നതിന് വേണ്ടി അതിനൊരു കാലക്രമ പട്ടിക, അതിനൊരു ടൈം ലൈനാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ ടൈം ലൈൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ശീതസമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട ചില സൈനിക സഖ്യങ്ങൾ ഏവായെന്നും അതുപോലെ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും നടത്തിയ ചില സൈനിക നീക്കങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് വ്യക്തമാവും. നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ കാലയളവിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിൽ ആദ്യത്തെ സംഭവം 1947 ട്രൂമാൻ പ്രമാണം. എന്താ ട്രൂമാൻ പ്രമാണം? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാന്റെ പ്രഖ്യാപനമാണ് ട്രൂമാൻ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് വ്യാപനം തടയുന്നതിന് വേണ്ടി ഹാരി എസ് ട്രൂമാൻ നടത്തിയ ചില സാമ്പത്തിക പ്രഖ്യാപനങ്ങളെയാണ് നമ്മൾ ട്രൂമാൻ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് 1947 ഇതോടുകൂടിയാണ് ശീതസമരം ആരംഭിക്കുന്നത്. 47 മുതലാണ്. നെക്സ്റ്റ് 47-52 കാലഘട്ടം. ഈ കാലയളവിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോർജ് സി മാർഷൽ നടത്തിയ പ്രഖ്യാപനം, ഇത് മാർഷൽ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. മാർഷൽ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ജോർജ് സി മാർഷലിന്റെ പ്രഖ്യാപനം, ഇതും കമ്മ്യൂണിസ്റ്റ് വ്യാപനം തടയുന്നതിന് വേണ്ടി പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ജോർജ് സി മാർഷലിന്റെ പ്രഖ്യാപനമാണ് മാർഷൽ പദ്ധതി. 47 മുതൽ 52 വരെയുള്ള കാലയളവ്. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം 1948-49 കാലയളവിൽ സോവിയറ്റ് യൂണിയൻ ബർലിനിൽ ഉപരോധം ഏർപ്പെടുത്തിയതാണ്. സോവിയറ്റ് യൂണിയൻ ഏർപ്പെടുത്തിയ ഈ ഉപരോധത്തെ തുടർന്ന് പടിഞ്ഞാറൻ ബർലിനെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും നടത്തി. ഇതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇതാണ് മറ്റൊരു പ്രധാന സംഭവം. നെക്സ്റ്റ് 1949 നാറ്റോ സഖ്യത്തിന്റെ രൂപീകരണം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ സഖ്യം രൂപം കൊള്ളുന്നു. ഈ നാറ്റോ സഖ്യം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതൊരു കലക്ടീവ് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമായി, കൂട്ടുസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നാറ്റോ സഖ്യം രൂപം കൊള്ളുന്നത്. ഈ നാറ്റോ സഖ്യവും ഇതിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. 49 നാറ്റോ സഖ്യം രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ് 1950 മുതൽ 53 വരെ നടന്ന കൊറിയൻ യുദ്ധം, കൊറിയൻ വാർ. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ നടന്ന യുദ്ധം. ഈ യുദ്ധത്തിലും 2 സഖ്യങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അതിൽ ഇടപെടുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇടപെടുന്നു. ഈ യുദ്ധത്തോടുകൂടി, കൊറിയൻ യുദ്ധത്തോടുകൂടി യൂറോപ്പ് കേന്ദ്രീകൃതമായി അന്ന് വരെ നടന്നിരുന്ന ശീതസമരം അത് ഏഷ്യയിലേക്ക് കൂടി വ്യാപിക്കും. കൊറിയൻ യുദ്ധം. നെക്സ്റ്റ് 1954 രൂപം കൊണ്ട മറ്റൊരു സൈനിക സഖ്യമാണ് സിയാറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. സിയാറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ 54. ഇതും അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു സഖ്യമാണ്. നെക്സ്റ്റ് 1955 വാഴ്സാ പാക്ടിന്റെ രൂപീകരണം, വാഴ്സാ ഉടമ്പടി, വാഴ്സാ പാക്ട്. വാഴ്സാ പാക്ട് പോളണ്ടിലെ വാഴ്സ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരമൊരു ട്രീറ്റി ഒപ്പുവെക്കുന്നത്. സോവിയറ്റ് യൂണിയനും പോളണ്ടും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്ന 7 രാജ്യങ്ങളും ചേർന്നാണ് ഇത്തരമൊരു ട്രീറ്റി ഒപ്പുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും ഒരു കൂട്ടുസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട നാറ്റോ സഖ്യത്തിന് ബദലായി രൂപം കൊണ്ട ഒരു സൈനിക സഖ്യമാണ് വാഴ്സ ഉടമ്പടി, വാഴ്സ പാക്ട്. ഇതേ വർഷം തന്നെ 1955 മറ്റൊരു സൈനിക സഖ്യം കൂടി രൂപം കൊള്ളുന്നു. അതാണ് ബാഗ്ദാദ് പാക്ട് അല്ലെങ്കിൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇതും ഒരു അമേരിക്കൻ അനുകൂല അല്ലെങ്കിൽ അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ട സൈനിക സഖ്യമാണ്. 1955 സെൻട്രൽ. നെക്സ്റ്റ് ശീതസമര കാലഘട്ടത്തിൽ നടന്നൊരു സൈനിക നീക്കമാണ് 1956 സോവിയറ്റ് ഇന്റർവെൻഷൻ ഇൻ ഹംഗറി, ഹംഗറിയിലെ സോവിയറ്റ് ഇടപെടൽ. 1956. ദെൻ 1961 അമേരിക്കയുടെ ബേ ഓഫ് പിഗ്സ് ആക്രമണം. ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയതിനെ തുടർന്ന്
ക്യൂബയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണമാണ് ബേ ഓഫ് പിക്സ് ആക്രമണം 1961. ഇതിനെ തുടർന്നാണ് 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഇതാണ് മറ്റൊരു സംഭവം, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഇത് വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നത്. നെക്സ്റ്റ് 1965 അമേരിക്ക ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ് 1965 പ്രധാനപ്പെട്ട സംഭവം. ദെൻ 1968 സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലോവാക്യയിൽ നടത്തിയ ആക്രമണം, സോവിയറ്റ് ഇന്റർവെൻഷനിൽ ചെക്കോസ്ലോവാക്യ 68. അതിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് 1972 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ചൈന സന്ദർശിച്ച സംഭവം. നിക്സന്റെ ചൈന സന്ദർശനത്തിന് ഈ കാലയളവിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് ഈ കാലയളവിൽ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു, സിനോ സോവിയറ്റ് റിഫ്റ്റ്. ഇതിനെ തുടർന്ന് ചൈനയുമായിട്ട് അടുക്കുന്നതിന് വേണ്ടി, ചൈനയുമായിട്ട് കൂടുതൽ സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ചൈന സന്ദർശിക്കുന്നത്. ഇതും ശീതസമര കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതിനുശേഷം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1979 മുതൽ 89 വരെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ സൈനിക ഇടപെടൽ, സോവിയറ്റ് ഇന്റർവെൻഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ 79-89 കാലയളവിൽ. നെക്സ്റ്റ് 1985 സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആകുന്നു. അതിന്റെ പ്രാധാന്യം, ഗോർബച്ചേവിന്റെ കാലയളവിലാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത്. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ, ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ പരിഷ്കാരങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്കത് സംബന്ധിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതും ഈ കാലയളവിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി നമ്മൾ ഓർത്തു വെക്കണം. നെക്സ്റ്റ് 1989 ബർലിൻ മതിലിന്റെ പതനം 1989 സംഭവിക്കുന്നത്. ജർമ്മനിയെ വിഭജിച്ചുകൊണ്ട്, പടിഞ്ഞാറൻ ജർമ്മനിയെന്നും കിഴക്കൻ ജർമ്മനിയെന്നും വിഭജിച്ചുകൊണ്ട് പണിതീർത്ത ബർലിൻ മതിൽ, ആ ബർലിൻ മതിലിന്റെ പതനം സംഭവിക്കുന്ന 1989. 1990 യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇതിന്റെ ഏകീകരണം സംഭവിക്കുന്നു. ജർമ്മനിയുടെ ഏകീകരണം. നെക്സ്റ്റ് 1991 ശീതസമരം അവസാനിക്കുന്നു. ഡിസന്റഗ്രേഷൻ ഓഫ് USSR ആൻഡ് എൻഡ് ഓഫ് കോൾഡ് വാർ. സോവിയറ്റ് യൂണിയന്റെ പതനവും ശീതസമരം അവസാനിക്കുകയും ചെയ്യുന്നു. സോവിയറ്റ് യൂണിയന്റെ പതനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാനുണ്ട്, അന്നേരം വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ശീതസമര കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലോ വാട്സാപ്പിലോ മെൻഷൻ ചെയ്യാം. താങ്ക് യു.